അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലെ ഒരു കത്തിനെക്കുറിച്ചുള്ള കഥ കൂടി പറയാം. കണ്ണൂരിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിലേക്ക് സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന ഒരു രഹസ്യ സന്ദേശം. രാഷ്ട്രീയ തടവുകാരായ 16 പേർ ചേർന്ന് നൽകിയ ആശംസ. ആ കത്ത് ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് കാസർഗോഡ് ബല്ലയിലെ താമസക്കാരായ എ മാധവനും പ്രസന്നകുമാരിയും. 1976 ഡിസംബർ 26 കണ്ണൂർ ടൗൺ ഹാളിൽ ഒരു ലളിതമായ വിവാഹ ചടങ്ങ് നടക്കുന്നു. അടിയുറച്ച പാർട്ടിക്കാരായ കള്ളാർ സ്വദേശി എ മാധവനും കോടിയേരി സ്വദേശിനി വി പ്രസന്നകുമാരിയുമാണ് വധൂവരന്മാർ. CPIM നേതാവ് AV കുഞ്ഞമ്പു വധൂവരന്മാർക്ക് പൂമാല എടുത്തു നൽകി. തൊട്ടുടനെ സഖാക്കൾ ഒരു രഹസ്യ സന്ദേശം ഇരുവർക്കും കൈമാറുന്നു. സന്ദേശമെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഇരുവർക്കും ആശംസ നേർന്ന് രാഷ്ട്രീയ തടവുകാരായ 16 പേർ ചേർന്നെഴുതിയ സ്നേഹ സന്ദേശം. വിപുലമായ സുഹൃത്ത് ബന്ധം ദൃക്സാക്ഷിയായ ചടങ്ങിൽ ഞങ്ങളുമുണ്ട്. ഇരുവരെയും ഞങ്ങൾ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുന്നു. ഒരു സന്ദേശം പോലും അയക്കാൻ വിലക്കപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് വടിവത്തക്ഷരത്തിൽ കത്തിൽ കുറിച്ച വാക്കുകൾ, ഒപ്പം 16 പേരുകളും. അടിയന്തരാവസ്ഥക്കാലത്ത് ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് സ്നേഹാക്ഷരങ്ങൾ അയച്ചവരിൽ 1-ാം പേരുകാരൻ പിണറായി വിജയൻ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, മുൻ MP ഒ ഭരതൻ, മുൻ MLA അഡ്വക്കേറ്റ് പുരുഷോത്തമൻ ഉൾപ്പെടെ 16 പേർ. ഈ 16 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ മാത്രം. കാലപ്പഴക്കത്താൽ കത്ത് ചിതലരിച്ചു തുടങ്ങിയെങ്കിലും ജീവിതത്തിലെ അമൂല്യനിധിയായി ഇരുവരും ഇത് കൂടെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും സംഘടനാരംഗത്ത് സജീവമാണ് മാധവനും പ്രസന്നകുമാരിയും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.